കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേം നഗരമതിൽ, കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേം നഗരമതിൽ. സദാകാലം ഞാൻ മണവാട്ടിയായി പാരനോട് കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി പാരനോട് കൂടെ വാഴുമേ. ദൂതസംഗമാകവേ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. 1979 ഇറാനിൽ ഒരു ഇസ്ലാമിക് വിപ്ലവം ഉണ്ടായി. ആ വിപ്ലവം ഉണ്ടായതിൻ്റെ ഫലമായി നമ്മൾ ആലോചിക്കണം, ഇറാനിൽ ഒരു മത തീവ്രവാദ ഇസ്ലാമിക് ഭരണകൂടം വന്നു. നിങ്ങൾക്കറിയാം, ഇസ്ലാം ഭരണം രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ്, സുന്നികളും ഷിയകളും. ഇറാനിൽ ഭരിക്കുന്നത് ഷിയ മുസ്ലിങ്ങളാണ്. ഷിയ, സിറിയയിലെ ഷിയകള്, അതുപോലെ ഇറാഖിലെ പ്രധാനപ്പെട്ട ഷിയകള്, ബഹ്റിനിൽ ഷിയകളാണ് കൂടുതലെങ്കിലും ഭരിക്കുന്നത് സുന്നികളാണ്. ഇങ്ങനെ അവരുടെ ചുറ്റും കിടക്കുന്ന പല രാജ്യങ്ങളിലും സുന്നി മുസ്ലിങ്ങളല്ല, ഷിയ മുസ്ലിങ്ങളാണ്. ഈ ഷിയ മുസ്ലിങ്ങളുടെ വിശ്വാസമുണ്ടല്ലോ, നമ്മൾ സദൃശവാക്യം 23-7 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഹൃദയത്തിൽ കണക്കുകൂട്ടുന്ന പോലെയാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. സദൃശവാക്യം 23-7. എന്താണ് മനുഷ്യൻ ചിന്തിക്കുന്നത് അതുപോലെ അവൻ പ്രവർത്തിക്കും. ഈ ഷിയകളുടെ ഒരു വിശ്വാസമുണ്ട്. എന്താണ് അവരുടെ വിശ്വാസം? അവരുടെ വിശ്വാസം അനുസരിച്ച് 12ാമത്തെ മെഹദി, അതായത് ഈ സുന്നി ഷിയ രണ്ടായി തിരിഞ്ഞതിൻ്റെ പ്രധാന കാരണം മുഹമ്മദ് മരിച്ചു കഴിഞ്ഞു. മുഹമ്മദിന് പെൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ. മുഹമ്മദിൻ്റെ പിൻഗാമികൾ ആരായിരിക്കണം? സുന്നികൾ പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ടവർ മതി. എന്നാൽ ഷിയകൾ പറഞ്ഞു അല്ല, അദ്ദേഹത്തിൻ്റെ വംശത്തിൽ നിന്നുള്ളവർ വേണം ഭരണം നടത്താൻ. അങ്ങനെയാണ് അലിയുടെ വംശത്തിൽ, മരുമകൻ്റെ ആ വംശത്തിൽ വന്നവരെ അവരുടെ മെഹദി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ഭരണകർത്താവായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്ന 12ാമത്തെ മെഹദിയെ കാണാതെ പോയി. 12ാമത്തെ ഇമാം മഹദി ചെറുപ്രായത്തിൽ കാണാതെ പോയി. അതിൻ്റെ ഫലമായി അവർക്കൊരു വിശ്വാസമുണ്ട്, കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ ഇമാം മഹദി മടങ്ങി വരും. അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ മധ്യപൂർവ്വദേശത്തിലും ലോകത്തിലും ഒരു ഷിയ ഭരണകൂടം സ്ഥാപിക്കാൻ 12ാമത്തെ മെഹദി മടങ്ങി വരും കാലത്തിൻ്റെ അന്ത്യത്തിൽ. അതല്ല അവരുടെ വിശ്വാസത്തിൻ്റെ അപകടം. അവരുടെ വിശ്വാസത്തിൻ്റെ അപകടം മെഹദി എപ്പോഴാണ് വരുന്നത്? മെഹദി വരുന്നത് ലോകത്തിൽ അരാജകത്വം ഉണ്ടാകുമ്പോൾ, വിപ്ലവങ്ങളും കൊലപാതകങ്ങളും വൈഷമ്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ മെഹദി വരും. നമ്മളെ സംബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്താൻ ക്രിസ്ത്യാനികൾ പറയാറുണ്ട്. കർത്താവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്താൻ, ഒരുങ്ങാൻ, ഉണരാൻ പറയുന്ന പോലെ ഈ ഷിയ മുസ്ലിങ്ങൾ പറയും അവൻ്റെ വരവിനെ, ഇമാം മഹദിയുടെ വരവിനെ ത്വരിതപ്പെടുത്താൻ. ഇമാം മഹദിയുടെ വരവിനെ ത്വരിതപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? വിപ്ലവങ്ങൾ ഉണ്ടാകണം, അരാജകത്വം ഉണ്ടാകണം, ലോകത്തിൽ പ്രശ്നമുണ്ടാകണം. ആ പ്രശ്നങ്ങളെ പരിഹരിപ്പാനാണ് ഇമാം മഹദി വരുന്നത്. ഇമാം മഹദി പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ്റെ രണ്ടാമനായി ക്രിസ്തുവും കൂടെ ഉണ്ടായിരിക്കും. അതാണ് അവരുടെ വിശ്വാസം, ക്രിസ്തുവും കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ
പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അയത്തുള്ള അലി ഖമേനിയുടെ പ്ലാന് രഹസ്യമായി പുറത്തു വന്നു. അയത്തുള്ള അലി ഖമേനി, അതായത് ഇറാന്റെ ഭരണകർത്താവിന്റെ രഹസ്യമായി അത് ലീക്ക് ചെയ്തു. എന്താണെന്നറിയാമോ? എലിമിനേഷൻ ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിനെ തുടച്ചു കളയണം, ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യണം. ഈ ഇസ്രയേലിനെ തുടച്ചു കളയണം, ഇല്ലായ്മ ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചുകൊണ്ടാണ് ഇസ്രയേലിന് ചുറ്റും കിടക്കുന്ന ഒരു കൂട്ടം ആളുകളെ തീവ്രവാദത്തിന് വേണ്ടി പണം കൊടുത്ത് അവരെ ഉത്സാഹിപ്പിച്ച് ആയുധങ്ങൾ കൊണ്ട് നിറച്ചത്. ഇസ്രയേലിന്റെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന ഹൂത്തികളെ, ഗാസയിലെ ഹൂത്തികളെ ആയുധങ്ങളും ഈ ആലോചനയും കൊടുത്തു. ഹമാസ്. യമനിൽ കിടക്കുന്ന ഹൂത്തികളെ അവർക്കും ആയുധം കൊടുത്തത് ആരാ? ഇറാനാണ്. യമനിൽ കിടക്കുന്ന ഹൂത്തികൾക്ക് ആയുധം കൊടുത്തതും പണം കൊടുത്തതും ആരാണ്? ഇറാനാണ്. ഗാസയിൽ കിടക്കുന്ന ഹമാസിന് ആയുധങ്ങൾ കൊടുത്ത് പണം കൊടുത്തത് ആരാണ്? ഈ ഇറാനാണ്. വേണ്ട, ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്ന ലെബനോൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യമാണ്. പക്ഷെ അവർക്ക് ഭരിക്കാൻ വയ്യ. കാരണം എന്നാ? അവിടെ മുഴുവൻ ഹെസ്ബുള്ളയുടെ ആളുകളാണ്. ഹെസ്ബുള്ള ആരാണ്? ഈ ഇറാന്റെ തീവ്രവാദികളാണ്. അവർക്ക് ആയുധം കൊടുത്തു, പണം കൊടുത്തു. അവര് അവിടെ 2 ലക്ഷം, 1-2 2 ലക്ഷം റോക്കറ്റുകൾ ഇസ്രയേലിന് നേരെ തിരിച്ചു വച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്ന ലെബനോനിൽ നിന്ന് ഹെസ്ബുള്ള, ഇസ്രയേലിന്റെ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന ഇറാന്, ഇസ്രയേലിന്റെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന ഗാസയിൽ നിന്ന് ഹമാസ്, അതിന്റെ താഴെയുള്ള ഹൂത്തികൾ, ഇവരെല്ലാം ആയുധങ്ങളും അവർക്കെല്ലാം പണവും കൊടുക്കുന്നത് ഇറാനാണെന്നുള്ളത് മറക്കരുത്. 1979 ഇറാനിൽ ഒരു സംഭവം നടന്നു. എന്താണ് ഇറാനിൽ നടന്നത്? ഇറാനിൽ നടന്നത് ഒരു വലിയ വിപ്ലവമാണ്, ഇസ്ലാമിക് റവല്യൂഷൻ. ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? മുഹമ്മദ് റസാ ഷാ. മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു രാജഭരണമാണ് ഇറാനിൽ നടന്നുകൊണ്ടിരുന്നത്. ഷാ ഭരിക്കുമ്പോൾ, നമ്മൾ ഓർക്കണം, മുഹമ്മദ് റസാ ഷാ ഭരിക്കുമ്പോൾ ഇസ്രയേലിനോടും പാശ്ചാത്യ രാജ്യങ്ങളോടും അവർ ഏറ്റവും വലിയ സ്നേഹബന്ധത്തിലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇറാൻ ഇസ്രയേലിനോടും അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ഏറ്റവും സ്നേഹബന്ധത്തിലായിരുന്നു മുഹമ്മദ് റസാ ഷാ ഭരിക്കുമ്പോൾ. എന്നാൽ 1979 ഇറാനിൽ വലിയൊരു വിപ്ലവം ഉണ്ടായി. ഒരു ഇസ്ലാമിക് റവല്യൂഷൻ, ഒരു വിപ്ലവം. നാടുകടത്തപ്പെട്ട് കിടന്ന അയത്തുള്ള ഖൊമേനി പാരീസിൽ നിന്ന് ലാൻഡ് ചെയ്തപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് റസാ ഷാ അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. ഈ ഇറാന് പേര് മാറ്റി. നേരത്തെ ഇറാന്റെ പേര് ഇംപീരിയൽ സ്റ്റേറ്റ് ഓഫ് ഇറാൻ എന്നായിരുന്നു. ഷാ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇംപീരിയൽ സ്റ്റേറ്റ് ഓഫ് ഇറാൻ. എന്നാൽ അയത്തുള്ള ഖൊമേനി വന്ന് 79 വിപ്ലവത്തിന് ശേഷം ഇറാന്റെ പേര് മാറ്റി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. ഇന്ന് അവിടെ തീവ്രവാദികളായ ഒരു കൂട്ടം ഈ മുസ്ലിങ്ങളാണ് ഭരിക്കുന്നതെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഓർക്കണം, ഈ വിപ്ലവങ്ങൾ നടക്കാതിരിക്കാൻ ദൈവജനത്തിനൊരു കടപ്പാടുണ്ട്. അങ്ങനെയൊക്കെ കടപ്പാടുണ്ടോ? നിങ്ങളിപ്പോൾ മണിപ്പൂരിൽ നടക്കുന്ന കണ്ടോ? എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ അങ്ങനെ നടക്കുന്നത്? കേരളത്തിൽ എന്തുകൊണ്ടാണ് നടക്കാത്തത്? കേരളത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേ പേരുണ്ട്. ഈ പ്രാർത്ഥിക്കുന്നവരുള്ളപ്പോൾ ഇത് നടക്കുന്നില്ല. 1 തിമോഥെയോസ് നമ്മൾ ഓർക്കണം, സാത്താനോട് പോരാടുന്ന സർവായുധ വർഗത്തെ എടുക്കാൻ പറയുന്നു. ആ സർവായുധ വർഗം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സാത്താനോട് എതിർത്തേൽപ്പാൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക. ആ സർവായുധ വർഗം എടുക്കുമ്പോൾ 7ാമത് പറഞ്ഞിരിക്കുന്ന സർവായുധ വർഗം എന്താണെന്ന് 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലുണ്ട്. സകലവിധ പ്രാർത്ഥനയും
സാത്താനോട് എതിർക്കുന്ന ഒരു വലിയ ശക്തിയാണെന്ത്? പ്രാർത്ഥന. ഗബ്രിയേല് വന്നത് എന്തുകൊണ്ടാ? ദാനിയേല് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 തിമോഥെയോസ് 2:1. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാട്ടെ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ധനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. നോക്കുക, ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാണ്? സാവധാനതയും സ്വസ്ഥതയുമുള്ളൊരു ജീവിതം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ക്വയറ്റ് ആൻഡ് പീസബിൾ ലൈഫ്. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ചിലപ്പോൾ ഈ ന്യൂസൊക്കെ കാണുമ്പോൾ ഈ ഹെസ്ബുള്ളയുടെയും ഹൂത്തികളുടെ അവിടെയൊക്കെ ബോംബ് ചെയ്ത് തകർത്തിട്ട് ആ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഈ മാതാപിതാക്കൾ ഓടുന്ന ഓട്ടവും അവർക്ക് ഭക്ഷണം കൊടുക്കാനില്ലാതെ ഈ കുഞ്ഞുങ്ങൾ ഭിക്ഷപാത്രം പോലെ പാത്രം എടുത്തുകൊണ്ട് നിൽക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഞാൻ കഴിയുന്നതും ആ ന്യൂസ് പിന്നെ കാണാതെ ഓഫ് ചെയ്യാൻ നോക്കും. കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഭയങ്കര. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഭവനങ്ങളിലും കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെ വന്നാൽ സ്വന്തം വീട് നശിച്ചു, അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് പാർക്കാൻ ഇടമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ നിവൃത്തിയില്ല, പഠിപ്പിക്കാൻ സ്കൂളില്ല, ഈ സകലവും തകർന്ന് തരിപ്പണമായി. ആ ജീവിതം ഒന്ന് ആലോചിച്ച്. നമ്മൾ ഈ കേരളത്തിൽ വസിക്കുന്ന ദൈവജനം ഇന്ന് വരെ അങ്ങനെയുള്ളൊരവസ്ഥ കണ്ടിട്ടില്ല. നമ്മളിവിടെ സാവധാനതയും സ്വൈര്യതയുമുള്ള ജീവിതം നമുക്ക് ലഭിക്കുന്നതിൻ്റെ കാരണം എന്നാ? ഇവിടെ പ്രാർത്ഥിക്കുന്ന ജനമുണ്ട്, ശരിയായി പ്രാർത്ഥിക്കുന്നവരിവിടെ ഉണ്ട്. ദൈവവചനത്തിൽ വായിക്കുന്നു, സാവധാനതയും സ്വൈര്യതയുമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഭരണകർത്താക്കൾക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സർവായുധ വർഗം എടുക്കാൻ പറഞ്ഞപ്പോൾ നാം വായിക്കുന്നു, പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. സാത്താനോട് എതിർത്ത് നിൽപ്പാൻ സകലവിധ പ്രാർത്ഥനയും വേണം. ഇന്നും ഇവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമുക്കതുകൊണ്ട് സ്വസ്ഥതയും സാവധാനതയുമുള്ളൊരു ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് കഴിയുന്നു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വിപ്ലവങ്ങളൊക്കെ നടക്കും. നിങ്ങൾക്കറിയാം, റഷ്യയിൽ മതങ്ങളൊക്കെ, ക്രിസ്തീയ മതങ്ങളും വളരെ അധപ്പതിച്ചു. ക്രിസ്തീയ മതം, കാറൽ മാർക്സ് പറഞ്ഞു, മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിൽ ഒരു വിധത്തിൽ ശരിയായിട്ട് റഷ്യയുടെ ചരിത്രത്തിൽ അത് സംഭവിച്ചതാണ്. കാരണം അവിടുത്തെ മതസംഹിത, ക്രിസ്തീയ സംഹിത അതുപോലെ അധപ്പതിച്ചു പോയി. അതുപോലെ അധപ്പതിച്ചപ്പോൾ ആ മതസംഹിത വാസ്തവത്തിൽ അതുപോലെ അധപ്പതിച്ചു പോയപ്പോൾ അതിനെതിരായി കാറൽ മാർക്സ് പറഞ്ഞ വാക്കാണ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അന്ന് എന്ത് സംഭവിച്ചു? 1917 റഷ്യയിൽ ഒരു വിപ്ലവം ഉണ്ടായി. ആ വിപ്ലവത്തിന്റെ പേരാണ് ബോൾഷിക് റെവല്യൂഷൻ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. ആ വിപ്ലവം 28 വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് റഷ്യയിലെ ആളുകളെ തന്നെ ഏതാണ്ട് 30 ദശലക്ഷം ആളുകളെ കൊന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1917 ഒന്നാം ലോകയുദ്ധം. ആ ഒന്നാം ലോകയുദ്ധ കാലം കഴിഞ്ഞ് 28 വർഷത്തിനുള്ളിൽ കമ്മ്യൂണിസ്റ്റ് റഷ്യ ഏതാണ്ട് 30 ദശലക്ഷം ആളുകളെ കൊന്നൊടുക്കി, അവരുടെ സ്വന്തം ജനത്തെ. എന്തോ ഒരു ഭയങ്കരമാണെന്ന് ആലോചിച്ച്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, ആ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അവിടെ ഉണ്ടായതിൻ്റെ കാരണം നമ്മൾ അറിയുന്നില്ല. അവിടെ പ്രാർത്ഥിക്കാൻ ആളുകളില്ലായിരുന്നു. അതിൻ്റെ പിറകിൽ പൈശാചിക ശക്തി ഈ വിപ്ലവം ഉണ്ടാക്കി. മനുഷ്യന് സ്വസ്ഥത നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു, ആളുകൾ കൊല്ലപ്പെട്ടു. കമ്മ്യൂണിസം അവിടെ സ്ഥാപിച്ചു. ദൈവമില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. 1917 ദൈവമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ഒരു രാജ്യം സ്ഥാപിച്ചു. അതിൻ്റെ ഫലമായി എത്രയോ ലക്ഷങ്ങൾ നിത്യനരകത്തിൽ പോയി. 1979 ഇറാനിൽ ഒരു ഇസ്ലാമിക് വിപ്ലവം ഉണ്ടായി. ആ വിപ്ലവം ഉണ്ടായതിൻ്റെ ഫലമായി നമ്മൾ ആലോചിക്കണം, ഇറാനിൽ ഒരു മത തീവ്രവാദ ഇസ്ലാമിക് ഭരണകൂടം വന്നു. നിങ്ങൾക്കറിയാം, ഇസ്ലാം ഭരണം 2ആയി തിരിഞ്ഞിരിക്കുകയാണ്, സുന്നികളും ഷിയകളും. ഇറാനിൽ ഭരിക്കുന്നത് ഷിയ മുസ്ലിങ്ങളാണ്. സിറിയയിലെ ഷിയകൾ, അതുപോലെ ഇറാഖിലെ പ്രധാനപ്പെട്ട ഷിയകൾ,
ബഹ്റിനിൽ ഷിയകളാണ് കൂടുതലെങ്കിലും ഭരിക്കുന്നത് സുന്നികളാണ്. ഇങ്ങനെ അവരുടെ ചുറ്റും കിടക്കുന്ന പല രാജ്യങ്ങളിലും സുന്നി മുസ്ലിങ്ങളല്ല, ഷിയ മുസ്ലിങ്ങളാണ്. ഈ ഷിയ മുസ്ലിങ്ങളുടെ വിശ്വാസമുണ്ടല്ലോ, നമ്മൾ സദൃശവാക്യം 23:7 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഹൃദയത്തിൽ കണക്കുകൂട്ടുന്ന പോലെയാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. സദൃശവാക്യം 23:7. എന്താണ് മനുഷ്യൻ ചിന്തിക്കുന്നത് അതുപോലെ അവൻ പ്രവർത്തിക്കും. ഈ ഷിയകളുടെ ഒരു വിശ്വാസമുണ്ട്. എന്താണ് അവരുടെ വിശ്വാസം? അവരുടെ വിശ്വാസം അനുസരിച്ച് 12ാമത്തെ മെഹദി, അതായത് ഈ സുന്നി ഷിയ രണ്ടായി തിരിഞ്ഞതിൻ്റെ പ്രധാന കാരണം മുഹമ്മദ് മരിച്ചു കഴിഞ്ഞു. മുഹമ്മദിന് പെൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ. മുഹമ്മദിൻ്റെ പിൻഗാമികൾ ആരായിരിക്കണം? സുന്നികൾ പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ടവർ മതി. എന്നാൽ ഷിയകൾ പറഞ്ഞു അല്ല, അദ്ദേഹത്തിൻ്റെ വംശത്തിൽ നിന്നുള്ളവർ വേണം ഭരണം നടത്താൻ. അങ്ങനെയാണ് അലിയുടെ വംശത്തിൽ, മരുമകൻ്റെ ആ വംശത്തിൽ വന്നവരെ അവരുടെ മെഹദി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ഭരണകർത്താവായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്ന 12ാമത്തെ മെഹദിയെ കാണാതെ പോയി. 12ാമത്തെ ഇമാം മഹദി ചെറുപ്രായത്തിൽ കാണാതെ പോയി. അതിൻ്റെ ഫലമായി അവർക്കൊരു വിശ്വാസമുണ്ട്, കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ ഇമാം മഹദി മടങ്ങി വരും. അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ മധ്യപൂർവ്വദേശത്തിലും ലോകത്തിലും ഒരു ഷിയ ഭരണകൂടം സ്ഥാപിക്കാൻ 12ാമത്തെ മെഹദി മടങ്ങി വരും കാലത്തിൻ്റെ അന്ത്യത്തിൽ. അതല്ല അവരുടെ വിശ്വാസത്തിൻ്റെ അപകടം. അവരുടെ വിശ്വാസത്തിൻ്റെ അപകടം മെഹദി എപ്പോഴാണ് വരുന്നത്? മെഹദി വരുന്നത് ലോകത്തിൽ അരാജകത്വം ഉണ്ടാകുമ്പോൾ, വിപ്ലവങ്ങളും കൊലപാതകങ്ങളും വൈഷമ്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ മെഹദി വരും. നമ്മളെ സംബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്താൻ ക്രിസ്ത്യാനികൾ പറയാറുണ്ട്. കർത്താവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്താൻ, ഒരുങ്ങാൻ, ഉണരാൻ പറയുന്ന പോലെ ഈ ഷിയ മുസ്ലിങ്ങൾ പറയും അവൻ്റെ വരവിനെ, ഇമാം മഹദിയുടെ വരവിനെ ത്വരിതപ്പെടുത്താൻ. ഇമാം മഹദിയുടെ വരവിനെ ത്വരിതപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? വിപ്ലവങ്ങൾ ഉണ്ടാകണം, അരാജകത്വം ഉണ്ടാകണം, ലോകത്തിൽ പ്രശ്നമുണ്ടാകണം. ആ പ്രശ്നങ്ങളെ പരിഹരിപ്പാനാണ് ഇമാം മഹദി വരുന്നത്. ഇമാം മഹദി പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ്റെ രണ്ടാമനായി ക്രിസ്തുവും കൂടെ ഉണ്ടായിരിക്കും. അതാണ് അവരുടെ വിശ്വാസം, ക്രിസ്തുവും കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അയത്തുള്ള അലി ഖമേനിയുടെ പ്ലാന് രഹസ്യമായി പുറത്തു വന്നു. അയത്തുള്ള അലി ഖമേനി, അതായത് ഇറാന്റെ ഭരണകർത്താവിൻ്റെ രഹസ്യമായി അത് ലീക്ക് ചെയ്തു. എന്താണെന്നറിയാമോ? എലിമിനേഷൻ ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിനെ തുടച്ചു കളയണം, ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യണം. ഈ ഇസ്രയേലിനെ തുടച്ചു കളയണം, ഇല്ലായ്മ ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചുകൊണ്ടാണ് ഇസ്രയേലിന് ചുറ്റും കിടക്കുന്ന ഒരു കൂട്ടം ആളുകളെ തീവ്രവാദത്തിന് വേണ്ടി പണം കൊടുത്ത് അവരെ ഉത്സാഹിപ്പിച്ച് ആയുധങ്ങൾ കൊണ്ട് നിറച്ചത്. ഇസ്രയേലിൻ്റെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന ഹൂത്തികളെ, ഗാസയിലെ ഹൂത്തികളെ ആയുധങ്ങളും ഈ ആലോചനയും കൊടുത്തു. ഹമാസ്. യമനിൽ കിടക്കുന്ന ഹൂത്തികളെ അവർക്കും ആയുധം കൊടുത്തത് ആരാ? ഇറാനാണ്. യമനിൽ കിടക്കുന്ന ഹൂത്തികൾക്ക് ആയുധം കൊടുത്തതും പണം കൊടുത്തതും ആരാണ്? ഇറാനാണ്. ഗാസയിൽ കിടക്കുന്ന ഹമാസിന് ആയുധങ്ങൾ കൊടുത്ത് പണം കൊടുത്തത് ആരാണ്? ഈ ഇറാനാണ്. വേണ്ട, ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്ന ലെബനോൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യമാണ്. പക്ഷെ അവർക്ക് ഭരിക്കാൻ വയ്യ. കാരണം എന്നാ? അവിടെ മുഴുവൻ ഹെസ്ബുള്ളയുടെ ആളുകളാണ്. ഹെസ്ബുള്ള ആരാണ്? ഈ ഇറാന്റെ തീവ്രവാദികളാണ്. അവർക്ക് ആയുധം കൊടുത്തു, പണം കൊടുത്തു. അവിടെ 2 ലക്ഷം, 1-2 2 ലക്ഷം റോക്കറ്റുകൾ ഇസ്രയേലിന്റെ നേരെ തിരിച്ചു വച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്ന ലെബനോനിൽ നിന്ന് ഹെസ്ബുള്ള, ഇസ്രയേലിന്റെ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന ഇറാന്, ഇസ്രയേലിന്റെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന ഗാസയിൽ നിന്ന് ഹമാസ്, അതിൻ്റെ താഴെയുള്ള ഹൂത്തികൾ, ഇവരെല്ലാം ആയുധങ്ങളും
അവർക്കെല്ലാം പണവും കൊടുക്കുന്നത് ഇറാനാണെന്നുള്ളത് മറക്കരുത്. ഇറാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇസ്രയേലിനെ നശിപ്പിക്കണം. ആയത്തുള്ള അലി ഖൊമേനിയുടെ രഹസ്യ പദ്ധതിയാണ് ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യണം. ഇസ്രയേൽ ഇന്ന് 4 വഴിക്കും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവര് ഗാസയിൽ യുദ്ധം നടത്തുന്നു, വടക്ക് ഭാഗത്ത് ഹിസ്ബുള്ളയോട് യുദ്ധം നടത്തുന്നു, ഇറാനിൽ പോയി യുദ്ധം നടത്തുന്നു, സിറിയയുടെ ബോംബ് ചെയ്യുന്നു. ചുറ്റും അവർ ബോംബ് ചെയ്യുന്നതിന്റെ കാരണം എന്നാ? ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് എക്സിസ്റ്റൻസ്. അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവര് ഇതിൽ നിന്ന് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇറാൻ എന്തിനാണ് ഈ ഇസ്രയേലിനെ നിഗ്രഹിച്ചു കളയാൻ തീരുമാനിക്കുന്നത്? പറയാം. വെളിപ്പാട് പുസ്തകം വീണ്ടും എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ഞാൻ ആ 12-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി. 1-ാം വാക്യം. സ്വർഗ്ഗത്തിൽ വലിയൊരു അടയാളം കാണാൻ, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴിൽ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായി. ഒരു സ്ത്രീയെ ദൈവം കാണിക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടു, അവളുടെ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങളും. വേദപുസ്തകത്തിൽ വേറെ എവിടെയെങ്കിലും ഇത് കാണാനുണ്ടോ? ഏതാണ്ട് യോസേഫ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നവും ഇതുമായിട്ട് ഏതാണ്ട് സാമ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ വായിക്കേണ്ട 9-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഈ സ്ത്രീ താഴോട്ട് വായിക്കുന്നു. ഈ സ്ത്രീ ആരാണെന്ന് മനസ്സിലാക്കാൻ 4-ാം വാക്യമെന്ന് നോക്കിയാട്ടെ. അതിൻ്റെ മധ്യഭാഗം. അവൾ ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുത്തു. ആൺകുട്ടി ആരാണെന്ന് അവിടെ വെളിപ്പെടുത്തുന്നു. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കേണ്ട ആൺകുട്ടി ആരാണത്? യേശു ക്രിസ്തുവാണ്. ഇരുമ്പുകോൽ കൊണ്ടുള്ള ഭരണം 1000 ആണ്ട് വാഴ്ചയാണ്. 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയിൽ ലോകരാഷ്ട്രങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അവൻ ശക്തി ഉപയോഗിക്കും. അതിൻ്റെ പ്രതീകമാണ് ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കേണ്ട ആൺകുട്ടി. ഈ സ്ത്രീ എങ്ങനെയാണ്? ചിലർ പറയുന്നത് കന്യമറിയമാണെന്ന്. കന്യമറിയമല്ല. 2 വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാ 9:6. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് എടുത്താട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ഇത് തർക്കമില്ലല്ലോ. പക്ഷെ അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ. നമുക്ക് ഒരു ശിശു നൽകപ്പെട്ടു. ഒരു സ്ത്രീ പ്രസവിക്കുന്നതല്ല. ഒരു രാഷ്ട്രം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. നമുക്കെന്നുള്ള ബഹുവചനമാണ്. ഇസ്രയേൽ രാഷ്ട്രത്തിന് ജന്മം കൊടുത്ത ഒരു ആൺകുട്ടിയുണ്ട്. അവർ ജന്മം കൊടുത്ത് ആ ആൺകുട്ടി സകല ലോകത്തെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കേണ്ടതാണ്. ഒരു വാക്യം കൂടെ വായിച്ചേ. റോമാലേഖനം 9:5 കൂടെ വായിച്ചാട്ടെ. റോമാലേഖനം 9:5. ഒരു വാക്യം പഴയ നിയമത്തിൽ നിന്നും ഒരു വാക്യം പുതിയ നിയമത്തിൽ നിന്നും വായിക്കാം. ഇത് ഇസ്രയേലാണെന്ന് തെളിയിക്കാൻ വേണ്ടി. യെസ്. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. റോമർ 9, 10, 11 ഈ 3 അധ്യായങ്ങൾ യഹൂദനെ കുറിച്ച് പറയുന്നതാണ്. റോമാലേഖനം 9, 10, 11. അതിൽ 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ജഡപ്രകാരവും ക്രിസ്തുവും അവരിൽ നിന്നാണ് ജനിച്ചത്. നമുക്കൊരു ശിശു നൽകപ്പെട്ടു. ആ ശിശു ആരാണ്? സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് വയ്ക്കേണ്ട ആൺകുട്ടിയാണ്. ആ കർത്താവ് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. എന്നാൽ നോക്കണം, ഈ ആൺകുട്ടിയാണ് പൈശാചികനെ പിടിച്ച്
അഗാധ കൂപത്തിൽ പൂട്ടുന്നത് അതവൻ അറിയാം. അതുകൊണ്ട് 12-ാം അധ്യായം, വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നോക്കി നമ്മൾ കണ്ടു. അതിൻ്റെ 7 തൊട്ട് മഹോപദ്രവ കാലഘട്ടത്തിൽ പൈശാചികൻ ഈ ഭൂമിയിൽ വരും. അതായത് ഇന്നും ഭൂമിയിലുണ്ട്, പക്ഷെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ആട്ടി ഇറക്കുമ്പോൾ അവൻ ഭൂമിയിൽ വരും. ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താന്ന് നോക്കി, ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു. എന്റെ പ്രിയപ്പെട്ടവര്, ചുവന്ന വരവുണ്ട്, അത് അണ്ടർലൈൻ ചെയ്യുക. ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ആരാണ്? സാത്താൻ. സകല ലോകത്തെയും ഇരുമ്പുകോൽ കൊണ്ട് വഹിക്കേണ്ട ആൺകുട്ടിക്ക് ജന്മം കൊടുത്തു. ആ സ്ത്രീയെ ഉപദ്രവിക്കുകയാണ്. ആരാണ് ഉപദ്രവിക്കുന്നത്? 9-ാം വാക്യത്തിൽ വായിക്കുന്നു, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം, പഴയ പാമ്പ്. സാത്താൻ കർത്താവിന് ജന്മം കൊടുത്ത രാഷ്ട്രത്തെ ഉപദ്രവിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ഈ ലോകത്തിൽ യേശുക്രിസ്തുവിനെ കൊണ്ടുവന്നത് ഇസ്രായേൽ രാഷ്ട്രമാണ്. എന്തിനു പറയുന്നു? പൗലോസ് ചോദിക്കുന്നുണ്ട്, യഹൂദന് എന്ത് പ്രത്യേകത, പരിച്ഛേദനയാൽ എന്ത് പ്രത്യേകത? വളരെയുണ്ട്. ഒന്നാമത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കലാണ് ഏൽപ്പിച്ചത്. പ്രിയപ്പെട്ട നിങ്ങൾക്കറിയാം, ഈ 66 ഗ്രന്ഥങ്ങൾ എഴുതിയത് 40 എഴുത്തുകാരാണ്. 39 പേരും യഹൂദന്മാരാണ്. പഴയ നിയമ എഴുത്തുകാരെല്ലാം യഹൂദന്മാരാണ്. പുതിയ നിയമ എഴുത്തുകാരിൽ ലൂക്കോസ് ഒഴിച്ച് എല്ലാവരും യഹൂദന്മാരാണ്. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം എഴുതിയത് യഹൂദനെ കൊണ്ടാണ്. അവരാണ് ആ ബൈബിള് സൂക്ഷിച്ചത്, അവരാണ് അത് കാത്തു സൂക്ഷിച്ചത്, അവരാണ് നമുക്ക് ദൈവവചനം തന്നത്, അവരാണ് നമുക്ക് യേശുക്രിസ്തുവിനെ തന്നത്, അവനാണ് ഈ സാത്താന്റെ തല തകർത്തതും അവനെ അഗാധകൂപത്തിൽ ബന്ധിക്കാൻ പോകുന്നതും. അതുകൊണ്ട് ഈ ആൺകുട്ടിക്ക് ജന്മം കൊടുത്ത ഈ സ്ത്രീയെ, അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രത്തെ സാത്താൻ അല്പകാലമേ ഉള്ളൂവെന്ന് അറിഞ്ഞ് ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് എന്തുകൊണ്ടാണ് ഈ ഇറാൻ ഇത്രയും അധികം ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നത്? ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ കൊണ്ട് നമ്മൾ കണ്ടു. ലെബനോനിൽ നിന്ന് ഹെസ്ബുള്ളയെ കൊണ്ടും, ഗാസയിൽ നിന്ന് ഹമാസിനെ കൊണ്ടും, യമനിൽ നിന്ന് ഹൂത്തികളെ കൊണ്ടും, ഇറാനിൽ നിന്ന് ഷിയ മിലിഷ്യയെ കൊണ്ടും, ഇറാനിൽ നിന്ന് അവരുടെ ആയുധങ്ങൾ കൊണ്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമാണ്. 470 കിലോമീറ്ററേ ഉള്ളൂ അതിൻ്റെ നീളം. വീതി കൂടിയ ഭാഗം 135 കിലോമീറ്ററേ ഉള്ളൂ. ആ കൊച്ചു രാജ്യത്തിന് ചുറ്റും ശത്രുക്കളാണ്. ആ ശത്രുക്കൾ അവരെ നോക്കുക, എത്രയോ മിസൈലുകൾ അയച്ചു, എത്രയോ അവരെ ഉപദ്രവിച്ചു, എത്രയോ യഹൂദനെ കൊല്ലുന്നു. പക്ഷെ ആ രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയുന്നില്ല. അവർ വിജയിക്കുന്നു. അതിന്റെ കാരണമെന്ന? ദൈവം പറഞ്ഞു യഹൂദനെ ഇനി നശിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, എന്താണ് ഇന്നിത് കൂടിയത്? പറയാം, 2 വാക്യം നമ്മൾ വായിച്ചിട്ട് പറയാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം എടുത്താട്ടെ. ഗദരദേശത്തിൽ ഭൂതഗ്രസ്തൻ ബാധിച്ച, ലെഗിയോൻ ബാധിച്ച ഒരു ഭൂതഗ്രസ്തൻ ഉണ്ടായിരുന്നു. ആ കർത്താവ് അവരെ സുഖപ്പെടുത്തുമ്പോൾ ഭൂതങ്ങൾ ഒരു കാര്യം കർത്താവിനോട് പറഞ്ഞു. 2 വാക്യം വായിച്ചാൽ മതി, 29-ാം വാക്യവും 31-ാം വാക്യവും, സമയത്തിന്റെ ചുരുക്കം കൊണ്ട്. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാനുള്ള വന്നുപോയെന്ന് പറഞ്ഞു. 31-ാം വാക്യം. ഭൂതങ്ങൾ അവരോട്, ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു. നോക്കുക, ഗദരദേശത്തിലെ ലെഗിയോൻ ബാധിച്ച ഭൂതഗ്രസ്തന്റെ ഭൂതങ്ങൾ കർത്താവിനോട് ചോദിക്കുകയാണ്, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? അവർക്കറിയാം, വെളിപാട് 20-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ അഗാധ കൂപത്തിൽ അവരെ പൂട്ടും. പക്ഷേ 2000 വർഷം മുമ്പ് ദൈവപുത്രൻ വന്നപ്പോൾ അവരെ പൂട്ടാൻ സമയമായില്ല. അതുകൊണ്ട് അവർ ചോദിക്കുകയാണ്, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? അവർക്കറിയാം, ഇനി 2000 വർഷം കൂടെ കഴിഞ്ഞാൽ ഞങ്ങളെ പൂട്ടുകയുള്ളൂ. വെളിപാട് 12-ാം അധ്യായം എടുത്താട്ടെ. മഹോപദ്രവ കാലഘട്ടം, അതിന്റെ മധ്യഭാഗം 12-ാം വാക്യം നോക്കിയാട്ടെ സിസ്റ്ററെ. 12-ാം വാക്യം. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിന് അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നു. ആ ഭാഗം ശ്രദ്ധിച്ചോ?
മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗം സാത്താൻ അഗാധകൂപത്തിൽ പൂട്ടുവാനായിട്ട് 3.5 വർഷങ്ങളേ ഉള്ളൂ. ആ സമയത്ത് പറയുന്നത് എന്താ? സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞിട്ട് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ വരുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്ക് തീർച്ചയാണ്, സാത്താന് സമയം അറിയാം. ദൈവജനത്തിന് അറിയത്തില്ലെങ്കിലും സാത്താൻ അറിയാം. അവന്റെ സമയം തീരാറായി. അവനെ പൂട്ടാൻ ദൈവപുത്രൻ വരാറായി. സിയോനിൽ നിന്ന് രാജാവായി വാഴാൻ പോകുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മടക്കി കൊണ്ടുവന്നു. അവിടെ സിയോനിൽ അവൻ വാഴും. അവൻ വാഴുമ്പോൾ ഞങ്ങളെ പൂട്ടും. ഞങ്ങൾക്കിനി സമയം അധികമില്ല. അതുകൊണ്ട് ഈ ആൺകുട്ടിക്ക് ജന്മം കൊടുത്ത രാഷ്ട്രത്തെ നിഗ്രഹിച്ചു കളയണം. ഇന്ന് കണ്ടോ, ഇസ്രായേലിനെതിരെ ഇവരെല്ലാം കൂടെ യുദ്ധം തുടങ്ങിയത് എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കൈകൾ ഉയർത്തി പറയട്ടെ, ഇസ്രായേലിനെ എല്ലാവരും കൂടെ ഉപദ്രവിക്കുന്നതിന്റെ കാരണം പിശാചിന്റെ പ്രവൃത്തിയാണ്. പൈശാചികനറിയാം ഇനി അല്പകാലമേ ഉള്ളൂ, ആ ദൈവപുത്രൻ വന്നവരെ പൂട്ടും. ഇനിയും അല്പകാലം മാത്രമുള്ളത് കൊണ്ട് ആൺകുട്ടിക്ക് ജന്മം കൊടുത്ത ഈ സ്ത്രീയെ ഉപദ്രവിക്കുകയാണ്. എല്ലാ വഴിക്ക് നിന്ന് ഉപദ്രവിക്കുകയാണ്. വടക്ക് നിന്ന് ഹിസ്ബുള്ള, തെക്ക് നിന്ന് ഹമാസ്, അതിന്റെ അപ്പുറത്ത് നിന്ന് ഹൂത്തികള്, ഇപ്പുറത്ത് നിന്ന് ഇറാഖിൽ നിന്ന് ഷിയ മിലീഷ. ഇങ്ങനെ ഒരു രാജ്യത്തെ ഉപദ്രവിക്കുമോ? ഈ ലോകത്തിൽ കിടക്കുന്ന ഈ തീവ്രവാദികളെല്ലാം കൂടെ ഇസ്രായേലിനെ ഉപദ്രവിക്കുമോ? തീർന്നില്ല. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും നമ്മുടെ വടക്ക് മലബാറിലും ജാഥ നടത്തുകയാ. എന്തിനാ? ഇസ്രായേലിനെതിരായിട്ട് ജാഥ. എല്ലായിടത്തും ജാഥകളും മീറ്റിങ്ങുകളും അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലും ലോകത്തിന്റെ 4 കോണിലും. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണ്? യെസ്, രക്ഷിക്കപ്പെടാത്തവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണ്? നമ്മൾ എഫേസ്യ ലേഖനം 2:2 വായിച്ചു. മുമ്പേ നമ്മൾ ഈ ദുഷ്ടാത്മസേനകൾക്ക് നമ്മളും വശംവദരായിരുന്നു. എന്നാൽ എവിടെയെങ്കിലും ദൈവജനം ഇവർക്കെതിരായിട്ട്, ഇസ്രായേലിനെതിരായിട്ട് ശബ്ദം ഉയർത്തുന്നുണ്ടോ? ഇല്ല. ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം നമ്മൾ അനുകൂലിക്കുന്നില്ല. അവര് അനീതിയോടെ പ്രവർത്തിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നുണ്ട്, വീടുകളൊക്കെ തകർക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ നമ്മൾ ദൈവമക്കളാണ്. നമുക്ക് അവരോട് ആദരവുള്ളതിന്റെ കാരണം ഈ സംഭവങ്ങൾ ചുരുളഴിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ഇന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർക്ക് നിന്നുപിഴയ്ക്കാൻ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് എക്സിസ്റ്റൻസ്. അവരുടെ രാജ്യത്തിന് നിലനിൽക്കണം, സമാധാനമായി ജീവിക്കണം. അതിനുവേണ്ടിയുള്ള യുദ്ധത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വരുമ്പോൾ വെളിപാട് 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യം വായിക്കേണ്ട. അവനെ പൂട്ടുമെന്നുള്ളത് നമ്മൾ കണ്ടു. പഴയ നിയമത്തിൽ ഇത് പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് വായിച്ചിട്ട് വിടാം. യെശയ്യാവ് 24, 21 തൊട്ട് 23 വരെയുള്ള വാക്യം സാധാരണ ശ്രദ്ധിക്കാത്തൊരു വാക്യമാണ്. പഴയ നിയമത്തിലും അതേ കാര്യം പറയുന്നുണ്ട്. യെശയ്യാവ് 24, 21 തൊട്ട് 23 വരെയുള്ള വാക്യം. അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും. കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗൃഹത്തിൽ അടയ്ക്കും. ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ അവിടെ വായിക്കുന്നു, അവൻ കുണ്ടറയിൽ എന്ന പോലെ ഇവരെ പിടിച്ചവിടെ പൂട്ടും. അവൻ സിയോനിൽ വാഴുകയാൽ. വെളിപാട് 20-ന്റെ ആദ്യത്തെ 3 വാക്യത്തിൽ കണ്ടതാണ്. യെശയ്യാവ് 24-ന്റെ 21 തൊട്ട് 23 വരെയുള്ള വാക്യത്തിലും വായിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മളത് വായിക്കുന്നു. എന്നാൽ ഇന്ന് ഈ ഷിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ യഹൂദനെ നിഗ്രഹിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഇറാന്റെ ഭാവി എന്തായിരിക്കും? ഒരു ഭാഗത്തിലേക്ക് കടന്നു വരാം. യെരമ്യാ പ്രവചനം 49-ാം അധ്യായം. യെരമ്യാ പ്രവചനം 49-ാമത്തെ അധ്യായം. യെരമ്യാ പ്രവചനം 49. ഒരു ചെറിയ പഠനം അവിടെ ആവശ്യമാണ്. ഇത് ഇറാനാണോ എന്ന് നമുക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വീട്ടിൽ ചെന്നൊന്ന് വായിക്കണം ഞാൻ പറയുന്ന വാക്യങ്ങൾ. യെരമ്യാവ് 49-ന്റെ
34 തൊട്ട് 39 വരെയുള്ള വാക്യങ്ങൾ. ഇത് ഇറാനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യെരമ്യാവ് 49 34 തൊട്ട് 39 വരെയുള്ള വാക്യം. ആ 34-ാം വാക്യം ഒന്ന് വായിക്കാം. യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ ഏലാമിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനുടെ അരുളപ്പാട് എന്തെന്നാൽ, യെസ്, ഏലാമിനെ കുറിച്ചുള്ള അരുളപ്പാട്. ഏതാണ് ഈ ഏലാം? 2 വാക്യം വായിക്കണം. ഇത് നമുക്ക് ഈ വാക്യത്തിൽ തിരിച്ചു വരണം. ഏലാം എന്ന് പറയുന്ന ഇറാനാണോ എന്ന് നോക്കാൻ പോകുകയാണ്. ഒന്ന്, നമുക്ക് എസ്തേറിന്റെ പുസ്തകം എടുക്കണം. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം എടുക്കണം. ഇത് ഏലാം എന്ന് പറയുന്നത് ഇറാനാണോ എന്ന് പരിശോധിക്കാൻ പോവുകയാണ്. വേദപുസ്തകം കൊണ്ട് വേണം നമുക്ക് പരിശോധിച്ചെടുക്കാനായിട്ട്. 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം നോക്കിക്കാട്ടെ, ശ്രദ്ധിക്കണേ. അതെ, അഹശ്വേരോഷിന്റെ കാലത്ത് ഹിന്ദു ദേശം മുതൽ കൂഷ് വരെ 127 സംസ്ഥാനങ്ങൾ വാണ അഹശ്വേരോഷ് ഇവൻ തന്നെ. ആ കാലത്ത് അഹശ്വേരോഷ് രാജാവ് ശൂഷൻ രാജധാനിയിൽ തന്റെ രാജാസനത്തിന്മേൽ ഇരിക്കുമ്പോൾ. അപ്പോൾ നോക്കുക, പേർഷ്യൻ രാജാവായ അഹശ്വേരോഷിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ പേരുള്ളത്. ഇന്ത്യ തൊട്ട് ഹിന്ദുദേശം മുതൽ കൂഷ് വരെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ തൊട്ട് എത്യോപ്യ വരെ, ആഫ്രിക്കയുടെ അവിടം വരെ നീണ്ടുകിടന്നു അഹശ്വേരോഷ് ഭരിക്കുന്ന കാലത്ത് പേർഷ്യൻ സംസ്ഥാനത്തിൻ്റെ വലുപ്പം. ആ അഹശ്വേരോഷ് വാണത് തൻ്റെ കൊട്ടാരം എവിടെയായിരുന്നു? ശൂഷൻ രാജധാനിയിൽ തൻ്റെ രാജാസനത്തിന്മേൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ശൂഷൻ രാജധാനി പേർഷ്യൻ രാജാവ് വാണ സ്ഥലമാണ്. ഇനിയും ദാനിയേൽ 8:2 നോക്കിക്കാട്ടെ. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ദാനിയേൽ 8:2. ഞാനൊരു ദർശനം കണ്ടു, ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. നോക്കുക, ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനി. ദാനിയേല് നോക്കുക, ഈ ശൂഷൻ രാജധാനി എവിടെയായിരുന്നു? ഏലാം സംസ്ഥാനത്തിലാണ്. ഈ ഏലാം സംസ്ഥാനം എവിടെയാണ്? പേർഷ്യൻ സാമ്രാജ്യത്തിലാണ്. അഹശ്വേരോഷ് അവിടെയാണ് വാണത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഏലാം എന്ന് പറയുന്നത് ഇറാനെ കുറിച്ചാണ് പ്രവചനം പറഞ്ഞിരിക്കുന്നത്. ഇറാനെ കുറിച്ചുള്ള പ്രവചനമാണ്. അതായത് ഇറാൻ്റെ ഈസ്റ്റേൺ പാർട്ടാണ് പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രവചനം ഒന്ന് വായിക്കാം. അതിൻ്റെ 34 തൊട്ട് താഴോട്ടൊന്ന് വായിച്ചു. ഇത് സാധാരണ ശ്രദ്ധിക്കാത്തൊരു പ്രവചന ഭാഗമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇറാൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് കാണാൻ കഴിയും. വായിച്ചു നമുക്ക് നോക്കാം. യെരമ്യാവ് 49-ന്റെ 34 തൊട്ട് 39 വരെ സാവകാശത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ ഏലാമിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഏലാമിന്റെ മുഖ്യപരമായ അവരുടെ വില്ല് ഒടിച്ചു കളയും. ഞാൻ ഏലാമിന്റെ നേരെ ആകാശത്തിന്റെ 4 ദിക്കിൽ നിന്നും 4 കാറ്റ് വരുത്തി ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിന്തിച്ചു കളയും. ഏലാമിന്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ഏലാമിനെ അവരുടെ ശത്രുക്കളുടെ മുമ്പിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിലും ഭ്രമിപ്പിക്കും. ഞാൻ അവർക്ക് അനർത്ഥം എന്റെ ഉഗ്രകോപം തന്നെ വരുത്തും എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിന്നാലെ വാളയച്ച് അവരെ മുറിച്ചു കളയും. ഞാൻ എന്റെ സിംഹാസനത്തെ ഏലാമിൽ സ്ഥാപിച്ച് അവിടെ നിന്ന് രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ചു കളയും എന്ന യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഒടുക്കം ഞാൻ ഏലാമിന്റെ പ്രവാസം മാറ്റുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സ്വർഗത്തിലെ ദൈവം ഏലാം ഇറാൻ എന്ത് സംഭവിക്കുമെന്ന് വെളിപ്പെടുത്തുകയാണ്. 36-ാം വാക്യത്തിൽ ആഗോളമായി അവരെ ചിതറിച്ചു കളയും. ഒരിക്കലും ഇറാന്റെ ചരിത്രത്തിൽ അത് നടന്നിട്ടില്ല, നടക്കാൻ പോവുകയാണ്. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവരെ ചിഹ്നിച്ച് ഏലാമിൻ്റെ പൃഷ്ഠന്മാർ ചെല്ലാത്തൊരു ജാതി ഉണ്ടായിരിക്കത്തില്ല. മറ്റു വിധത്തിൽ പറഞ്ഞാൽ
ലോകത്തിൽ മുഴുവൻ. ഒരു കാലത്ത് യഹൂദൻ ചിതറിപ്പോയില്ലേ, അതുപോലെ ഇറാനിലുള്ളവരെ ലോകത്തിൽ മുഴുവൻ ചിതറിക്കും. 2, അവർക്ക് അനർത്ഥം വരുത്തും. 36-ാം വാക്യത്തിലുണ്ട് അതിൻ്റെ അനർത്ഥം വരുത്തും. 37-ാം വാക്യം, ശത്രുക്കളുടെ മുമ്പിൽ പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവർ ഭ്രമിച്ചു പോകും, ശത്രുക്കളുടെ മുന്നിൽ ഭയന്നു പോകും, അനർത്ഥം വരുത്തും. ഇത് കൂടാതെ അവിടെ വായിച്ചു, അവരുടെ പിന്നാലെ ദൈവം വാളൂരും. അവരുടെ 38-ാം വാക്യം, അവരുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ചു കളയും. അപ്പോൾ ഇറാന് വരാൻ പോകുന്ന ന്യായവിധി കണ്ടോ? അവരുടെ ഭരണകൂടത്തെ തകർക്കും, അവരുടെ പ്രഭുക്കന്മാരെ തകർക്കും, ആ രാജ്യത്തെ ലോകത്തിലാകമാനം ചിതറിക്കും. അവരെ ചിതറിച്ച് കളഞ്ഞ് അവരുടെ പിറകെ വാളൂരും, അവർ പോകുന്നിടത്ത് കൊല്ലപ്പെടും. എന്തുകൊണ്ടാണ് ദൈവം അത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിനോട് അവർ ഇടപെട്ടത് കൊണ്ടാണ്. ഇസ്രയേലിനെ അവർ ഉപദ്രവിച്ചു. നമ്മൾ ഓർക്കണം, അതിനുവേണ്ടി ഏറ്റവും വലിയ പൈശാചിക ശക്തി ഇറാന്റെ പിറകിൽ പ്രവർത്തിക്കുകയാണ്. ലോക മനുഷ്യന് മനസ്സിലാക്കാത്ത ഒരു സത്യമാണ് ഇന്ന് സന്ധ്യയിൽ നമ്മൾ ധ്യാനിച്ചത്. വലിയ ഒരു ശക്തി, ഗബ്രിയേൽ ദൂതനെ തടസ്സപ്പെടുത്തിയ പാർസി രാജ്യത്തിൻ്റെ പ്രഭു, അവനാണ് ഇന്ന് ഇറാനെ ഉണർത്തെഴുന്നേൽപ്പിച്ച് അവിടെ ഇസ്ലാമിക് വിപ്ലവം 79-ൽ ഉണ്ടാക്കി ഒരു ഷിയ ഒരു ഭരണകൂടം ലോകത്തിൽ സ്ഥാപിക്കാൻ ഇമാം മഹ്ദിക്ക് വേണ്ടി ലോകത്തെ ഒരുക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഇത് പുറകിൽ പ്രവർത്തിക്കുന്നത് പൈശാചികനാണ്. ഇനിയും ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിച്ചിട്ട് എൻ്റെ പ്രസംഗം ഏതാണ്ട് അവസാനിപ്പിക്കാം. ദൈവം പ്രേരണ തരുന്നെങ്കിൽ നാളെ നമുക്ക് രാത്രിയിൽ ആ ഭാഗം നോക്കാം. ഇനിയും റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ഇപ്പോൾ വാർത്തകളിലൊക്കെ ഒരു 3-ാം ലോകയുദ്ധത്തിലേക്ക് പോകുമോ എന്ന് മനുഷ്യർ ശങ്കിച്ചു. റഷ്യയോട് ചേർന്ന് ഒരു 3-ാം ലോകയുദ്ധത്തിലേക്ക് അത് വലിച്ചിഴയ്ക്കുമോ എന്ന് പലരും എന്നോട് വിളിച്ച് ചോദിക്കുകയുണ്ടായി. എനിക്ക് ഒരുപാട് ഫോൺ കോളുകൾ വരും, ആളുകൾ സംശയിച്ച് ഈ കാര്യങ്ങളാണോ? ഞാൻ തീർത്തു പറയും, ബ്രദറെ, ഇപ്പോഴാ യുദ്ധം നടക്കില്ല, ഇപ്പോഴാ റഷ്യയോട് ചേർന്നുള്ള യുദ്ധം നടക്കില്ല, എന്നാൽ നടക്കാൻ പോവുകയാണ്. ആ നടക്കുമ്പോൾ റഷ്യയോട് കൂടെ ആദ്യം വരുന്ന രാജ്യം ഏതാണെന്ന് നോക്കിയാട്ടെ, എസെക്കിയേൽ 38 നോക്കിയാട്ടെ. നാളെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമുക്ക് നോക്കാം. ഇന്നത്തെ ചില പ്രവചന നിവൃത്തികൾ ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് നാളെ രാത്രി നമുക്ക് നോക്കാം. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ഒരു കൂട്ടം രാജ്യങ്ങളുടെ പേര് ദൈവം പറഞ്ഞു. ഞാൻ ഓർപ്പിക്കട്ടെ, 2600 വർഷം മുമ്പ് പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞിരിക്കുകയാണ്. ദൈവം അവിടെ പേര് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ റഷ്യയോടുകൂടെ മാർച്ച് ചെയ്ത് വരുന്ന ആദ്യം വരുന്ന രാജ്യം ഏതാ? 8-ാം വാക്യം, 7 നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, വാളിൽ ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. മതി, അതിന്റെ ക്ഷമിക്കണേ 5-ാം വാക്യമാണ്. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോലിയും ധരിച്ച പാഴ്സികൾ. മതി, ആദ്യം പറഞ്ഞിരിക്കുന്ന പേരേതാ? പാർസികൾ. ആരാണത്? ഇറാൻ, പേർഷ്യ. റഷ്യയോടുകൂടെ അവസാന യുദ്ധത്തിൽ കടന്നു വരുന്നത് പേർഷ്യയാണ്. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ വാസ്തവത്തിൽ അതിനായിട്ട് ഒരുക്കപ്പെടുകയാണ്. ഇന്ന് ഈ മധ്യപൂർവ്വ ദേശത്ത് സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ, ഇന്ന് ഈ യുദ്ധങ്ങളൊക്കെ കെട്ടടങ്ങും. റഷ്യയൊന്നും വന്നിപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെടത്തില്ല. റഷ്യ ഏർപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം 2 വർഷം മുമ്പ് ഉക്രൈനിലൊരു യുദ്ധം അങ്ങ് ആരംഭിച്ചു വെച്ചു. നമ്മൾ ഓർക്കും ഇത് എന്തിനാന്നൊക്കെ ഓർക്കും. 2 വർഷം മുമ്പ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് അവർക്ക് വേറൊരു യുദ്ധത്തിൽ വന്ന് ഏർപ്പെടാൻ ഇപ്പം സാധ്യമല്ല. അല്ലായിരുന്നെങ്കിൽ ഈ എസെക്കിയേൽ 38 നിവർത്തിച്ചു പോയനെ, പെർഷ്യയുടെ കൂടെ റഷ്യ വന്നേനെ. വരാതിരിക്കാൻ 2 വർഷം മുമ്പ് അവിടെ ഉക്രൈനെ അവർ ആക്രമിച്ചു. ആ യുദ്ധം ഒരു വിധത്തിലും തീരുന്നില്ല. ഏതാനും മാസം കൊണ്ട് തീരുമെന്ന് ലോകം ചിന്തിച്ചു. തീരാത്തതിൻ്റെ കാരണം ഇവിടെ ഒന്ന് കെട്ടടങ്ങണം, അത് കഴിഞ്ഞ് അവിടം തീരുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ ഈ കൂട്ടുകെട്ടെല്ലാം ഒരുക്കി ഇസ്രയേലിനുള്ള വൈരാഗ്യമൊക്കെ വർദ്ധിച്ച് അവസാനം ഈ യുദ്ധത്തിലേക്ക് കടന്നു വരും. അന്ന് റഷ്യയുടെ നേതൃത്വത്തിൽ മാർച്ച് ചെയ്തു വരുന്ന ആദ്യത്തെ രാജ്യം ഇറാനായിരിക്കും. പക്ഷേ ഇത് നടക്കുന്നത് മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ മധ്യഭാഗത്തിലാണ്.
ഇന്ന് പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ബ്രദറെ ഇത് മൂന്നാലോ യുദ്ധത്തിലേക്ക് പോകുമോ, റഷ്യ ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെടുമോ? ഞാൻ തീർത്തു പറയും, ഇല്ല. ഇപ്പോൾ ഈ യുദ്ധം നടക്കത്തില്ല. റഷ്യ ഈ യുദ്ധത്തിൽ വന്ന് ഏർപ്പെടത്തില്ല. റഷ്യ ഏർപ്പെടണമെങ്കിൽ ബൈബിൾ പറയുന്നുണ്ട് മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ മധ്യഭാഗത്തിലാണ്. എന്തുകൊണ്ടാണ് എന്ന് ഞാനത് നാളെ രാത്രിയിൽ എടുക്കാം. ദൈവം പ്രേരണ തരുന്നെങ്കിൽ നാളെ രാത്രിയിൽ എടുക്കാം. എന്തുകൊണ്ടാണ് ഈ സഭ മാറ്റപ്പെട്ട ശേഷം മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ മധ്യഭാഗത്തിലാണ് റഷ്യ ആക്രമിക്കാൻ പോകുന്നതെന്ന് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പരിശോധിക്കാം. എന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഏതാണ്ട് പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിച്ചത്, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ പ്രസംഗിക്കുകയാണ് ഈ സബ്ജക്റ്റ്. ദൈവം എന്നെ ആത്മപ്രേരണ നൽകി ഈ രാത്രി ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. ദൈവമക്കളാണ് എന്നെ കേൾക്കാൻ വന്നത് ഏറിയ പങ്കും. പ്രിയപ്പെട്ട നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി, ദൈവജനം ഒരു വലിയ ആത്മീയ പോരാട്ടത്തിലാണ്. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. പൈശാചിക ശക്തി ദൈവസഭയ്ക്കും കർത്താവിനും എതിരായി വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈശാചികൻ എൻ്റെ സഭയെ ജയിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിൻ്റെ സഭയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, കർത്താവല്ലാതെ ആര് സഭയെ പണിയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സഭ ഉണ്ടായിക്കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞപ്പോൾ 200 വർഷമാണ് റോമൻ ചക്രവർത്തിമാർ മാറി മാറി സഭയെ കൊന്നൊടുക്കിയത്. 200 വർഷം നീണ്ടു നിന്ന മഹോ ഉപദ്രവം. റോമൻ സാമ്രാജ്യത്തിൻ്റെ പോളിസി ക്രിസ്ത്യാനികളെ കൊല്ലുക എന്നുള്ളതാക്കി. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല, റോമൻ സാമ്രാജ്യത്തിൻ്റെ പോളിസി ക്രിസ്ത്യാനികളെ കൊല്ലുക എന്നുള്ളതാക്കി. അത് 200 വർഷം നീണ്ടു നിന്നു. അവരെ കൊന്നൊടുക്കി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവർ റോമിലുള്ള കാറ്റക്കോംസ് എന്ന് പറഞ്ഞാൽ ഗുഹകളിലൊക്കെ പാർത്തും. അവർക്ക് ജോലിയില്ല, അവർ ദാരിദ്ര്യം അനുഭവിച്ചും പട്ടിണി അനുഭവിച്ചും അവർ കടന്നുപോയി. എന്നാൽ AD 312 റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി മാറുന്നതും റോമൻ സാമ്രാജ്യത്തിൻ്റെ മതം ക്രിസ്തു മതമായി പ്രഖ്യാപിക്കുന്നത്. അതോടുകൂടെ ക്രിസ്തീയ മതത്തിൻ്റെ ഉപദ്രവം തീരുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. സഭയെ കൊന്നൊടുക്കാൻ നോക്കി, സഭയെ ലോകമയത്വമുള്ളതാക്കി തീർത്തു. ഏതാണ്ട് AD 580 തുടങ്ങി 1517 വരെ സഭ വേറെ ഒരു ഘട്ടത്തിലൂടെ പോയി. 1000 വർഷങ്ങളോളം അന്ധകാര യുഗം. ചരിത്രത്തിൽ അങ്ങനെയാണ് പറയുന്നത്, ഡാർക്ക് ഏജ്. ലോകത്തിൽ ഒരു സഭയേ ഉള്ളൂ അന്ന്. ആ സഭ ഏതാ? കാത്തലിക് ചർച്ച്. പ്രൊട്ടസ്റ്റന്റ് ഉണ്ടായിട്ടില്ല. 1517 നവോത്ഥാനം ഉണ്ടായത്. അതുവരെ ലോകത്തിൽ ഒരു സഭയുള്ളൂ, കാത്തലിക് ചർച്ച്. ആ കാത്തലിക് ചർച്ച് വേദോത്സവം വായിപ്പാൻ സാധാരണക്കാരെ അനുവദിച്ചില്ല. സഭ അന്ധകാര യുഗത്തിൽ കടന്നുപോയി. ഇതിൻ്റെ മധ്യത്തിൽ കർത്താവ് തൻ്റെ പണിതുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഈ പുറകിൽ പൈശാചികൻ സഭയെ കൊന്നൊടുക്കാൻ നോക്കി, ലോകമയത്വമുള്ളതാക്കി, അന്ധകാര യുഗത്തിൽ കടത്തി. എന്തിനു പറയുന്നു? അവിടെയെല്ലാം ഒരു കൂട്ടം ആളുകളെ ദൈവം ഉണർത്തിച്ചും അവരെ ഉത്തേജിപ്പിച്ചും ദൈവത്തിൻ്റെ പണി നടത്തിയും കർത്താവിൻ്റെ സഭയുടെ വേല നടത്തി ഇന്ന് വരെയും കൊണ്ടുവന്നു. ഇനി അല്പകാലം കൂടെ ഉള്ളൂ, അത് കഴിയുമ്പോൾ കർത്താവ് വരും. പെന്തിക്കോസ്തിൽ ആരംഭിച്ച ദൈവസഭയുടെ പണി പൂർത്തീകരിക്കാൻ പോവുകയാണ്. ദൈവമക്കളായി നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മൾ ഓർത്തതാണ്, നാം ഒരു വലിയ ആത്മിക പോരാട്ടത്തിലാണ്. നമുക്കൊരു വലിയ ചുമതലയുണ്ട്, പ്രാർത്ഥിക്കുക. കാലത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് യേശുക്രിസ്തു പറയുമ്പോൾ ആവർത്തിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ഉണർന്നിരിക്കണം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കഴിഞ്ഞ നാളുകളെക്കാട്ടിൽ പ്രാർത്ഥനയ്ക്ക് സമയം നമ്മൾ കണ്ടെത്തണം. വ്യക്തിപരമായും കൂട്ടമായും ഒക്കെ കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ ഓർത്തതുപോലെ സാവധാനതയും സ്വൈരതയുമുള്ളൊരു ജീവിതം, പീസ്ഫുൾ ഒരു ലൈഫ് ലഭിക്കാൻ വേണ്ടി
നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കണം. നമ്മുടെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ഒക്കെ വളരെ കൃപയും പരിജ്ഞാനവും ദൈവം കൊടുത്ത് നമുക്ക് സാവധാനതയും സ്വൈര്യതയും ഉള്ളൊരു ജീവിതം നമുക്ക് നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ ഈ ഭരണകർത്താക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വലിയൊരു കടമയാണ്. ദൈവം അതിനെ സഹായിക്കട്ടെ. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വാക്ക് നിങ്ങളോട് ഓർപ്പിച്ചോട്ടെ, യേശുക്രിസ്തു വരും. അവൻ വരുന്നത് തൻ്റെ ജനത്തെ തൻ്റെ സന്നിധിയിൽ ചേർക്കാനാണ്. അവൻ്റെ സന്നിധിയിൽ തൻ്റെ ജനത്തെ ചേർക്കാൻ നിങ്ങൾ കൈവിടപ്പെടും. അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിലേക്ക് നിങ്ങൾ പോകും. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ വലിയ പീഡയിലേക്ക് ലോകം കടന്നു പോകും. അന്ന് സാത്താൻ തൻ്റെ സകല ശക്തിയോടും കൂടെ ഈ ലോകത്തിൽ ഇറങ്ങി വരും. അത് സംഭവിക്കാതെ ആ കാലഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നത് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. അത് വിശ്വാസത്താൽ അംഗീകരിച്ചാൽ, ഞാനൊരു പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് കർത്താവേ നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് അംഗീകരിച്ചാൽ, വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ. ദൈവമക്കളായി നമ്മൾ ഓർത്തതുപോലെ കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ, കുറച്ചുകൂടെ ഉണർന്നിരിപ്പാൻ, ഈ ആത്മീയ പോരാട്ടത്തെ തിരിച്ചറിഞ്ഞ് വളരെ വിശ്വസ്തരായി ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകി ഞാനിന്നോട്ടം തികച്ചോ സ്വർഗ